ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ CPM പ്രവർത്തകർ തകർത്തതിൽ കാർ ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകി ഇ.ഡി. 1.8 ലക്ഷം രൂപയാണ് 1,80,000 രൂപയാണ് തിരുവനന്തപുരം സ്വദേശിക്ക് കൈമാറിയത്. ശ്യാമിനെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തുക കൈമാറിയത്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ആ ദിവസം ഇ.ഡി. ഉദ്യോഗസ്ഥർ വലിയ ഭയപ്പാടോടുകൂടിയാണ് വാഹനത്തിന് ഉള്ളിലിടുന്നത്. പക്ഷെ അതേസമയം തന്നെ വാഹനം ആക്രമിക്കപ്പെട്ടു. അതവർ ടാക്സി വിളിച്ചൊരു വാഹനമാണ്. സ്വാഭാവികമായും വലിയ നഷ്ടം ആ ടാക്സി ജീവനക്കാരനും ഉണ്ടായിട്ടുണ്ട്. അത് ഇ.ഡി. തന്നെ പരിഹരിക്കുന്നു. മാധു, അത് ഇ.ഡി. തന്നെ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അത് മെയ് 27-നാണ്. പ്രത്യേകിച്ച് ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡിയുടെ വ്യാപക റെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാടക വീട്ടിലും തിരുവനന്തപുരത്തെ വാടക വീട്ടിലും റെയ്ഡുകൾ നടക്കുന്നു. അങ്ങനെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് വലിയ ആക്രമണം ഉണ്ടായത്. നമ്മൾ അന്ന് ദൃശ്യങ്ങൾ കണ്ടിരുന്നതാണ്. ഇഷ്ടിക കൊണ്ട് അടക്കം CPM പ്രവർത്തകർ ആക്രമിക്കുകയും ആ കാർ തകരുകയുമായിരുന്നു. ആ കാർ ഡ്രൈവറെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ ശ്യാമിനെ കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇ.ഡി. ഈ തുക കൈമാറിയിരിക്കുന്നത്. 1,80,000 രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റ് 2 വാഹനങ്ങൾക്ക് കൂടി തന്നെ ഈ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നതാണ്. ആ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ ചെലവും ഇ.ഡി. വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ CPIM പറഞ്ഞിരുന്നത് തങ്ങൾ ഈ ഒരു ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറാണ്, നഷ്ടപരിഹാരം നൽകുമെന്നുള്ളായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്രഖ്യാപനം അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലും തുടർ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുന്നത്. SS ശരനാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രൈവർക്ക് നഷ്ടപരിഹാരമായി 1,80,000 രൂപ ഇ.ഡി. കൈമാറിയിരിക്കുന്നു.